ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പട്ടായയിലുള്ള 2 ദിവസത്തെ യാത്രകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ബാങ്കോക്കിലോട്ടാണ് കേട്ടോ. പോകുന്ന വഴി 2-3 സ്ഥലത്ത് കയറി വൈകിട്ടൊക്കെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ജെംസ് ഗാലറിയിലോട്ടാണ്. നമ്മൾ ഈ വൈരങ്ങളും എന്താ പറയുക, ഡയമണ്ട്, അങ്ങനെ ഗോൾഡിൻ്റെ ആ ഉള്ളിൽ വെക്കുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോണുകളൊക്കെ ഉണ്ടാക്കുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ പുറമേയുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും ആ ഒരു സ്റ്റോണുകളും നമ്മുടെ ആ സ്വർണ്ണത്തിൽ വെക്കുന്ന സ്റ്റോണുകളും ഡയമണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നവർ ശരിക്കും നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു കല്ലുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ ഒരു സ്റ്റോറി തന്നെ അവരവിടെ ഉണ്ടാക്കി അവർ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് പോയി ആ ഒരു കഥകളെല്ലാം കാണുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റോൺസും ജെംസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റോറി നമ്മൾ കാണുന്നത് ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന്. നമ്മൾ സിൽവർ സ്റ്റോമിലും വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പ്രേതത്തിൻ്റെ ഗുഹയിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നത് ചെയ്ത് കാണും, ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ വേറെ രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ച് കാണും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോകുമ്പോൾ തൊട്ടിപ്പുറത്തെ സൈഡ് ഭാഗങ്ങളിലായിട്ട് അവർ ഉണ്ടാക്കി ശരിക്കും ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം എല്ലാവരും പുറത്ത് കുറച്ച് നേരം ഒന്ന് ഇരുന്നു. അവിടെ നമുക്ക് ഈ ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഓർണമെന്റ്സ് അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല. അങ്ങനെ എല്ലാവരുടെ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ നേരെ സഫാരി വേൾഡിലോട്ടാണ് പോകുന്നത്. ആ ഒരു സഫാരി വേൾഡിലോട്ട് പോകുന്ന ആ ഭാഗത്ത് തന്നെ നമുക്ക് സൈഡ് വ്യൂസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് കാണാവുന്നതാണ്. ആ ഒരു സൈഡിൽ തന്നെ അത്യാവശ്യം നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു സഫാരി വേൾഡിലാണ് കേട്ടോ നമുക്ക് ഉച്ചക്കലത്തെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലഞ്ചിനായിട്ട് നമുക്ക് ഇവിടെ ഉച്ചയ്ക്ക് തായ്ലൻഡ് ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ഉച്ചയ്ക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു സൗകര്യം നമുക്ക് ഏർപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഈ തായ്ലൻഡ് ഫുഡ് കഴിക്കുന്നവർക്ക് സെപ്പറേറ്റ് ടിക്കറ്റും ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നവർക്ക് സെപ്പറേറ്റ് ടിക്കറ്റായിട്ടാണ് അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഒരു 10-15 പേരോളം തായ്ലൻഡ് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജെംസ് ഗാലറി വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തായ്ലൻഡ് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ കാണുന്ന വ്യൂകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാതും. ഈ മരം സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു തറയുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സൈഡ് വശത്തൊക്കെ ആ ഒരു ഉരുളൻ കല്ലുകളുണ്ടല്ലോ, അതെല്ലാം വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാടുണ്ട് അങ്ങനത്തെ ആ ഒരു ഐറ്റംസൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂസാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മളുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 4-5 ഷോകൾ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെയാണ്. ആ 5 ഷോകളും കണ്ടതിന് ശേഷം വൈകിട്ടാവുമ്പോഴേ നമ്മൾ തിരിച്ചിറങ്ങുള്ളൂ. ഇതിനിടയിൽ തായ്ലൻഡിലുള്ള നമ്മുടെ ഈ സ്കൂൾ പിള്ളേരുണ്ടല്ലോ, അവരെല്ലാവരും ഇതേപോലെ സഫാരി വേൾഡ് കാണാൻ വന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ആന ഷെയ്ക്കിൻ്റെ കൊടുക്കുന്നത് കൊണ്ടോ എല്ലാവരെയും തൊട്ടിട്ടാണ് പോകുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ആനകൾ ഉണ്ടാക്കിയിട്ടുള്ള പുകിലുകളൊക്കെ എനിക്ക് കുറേശ്ശെ ഓർമ്മ വന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടെ. എല്ലാ പിള്ളേരെയും ഒന്ന് തൊട്ട് തലോടി ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ മുകളിലുള്ള ആൾക്കാരെ സഫാരിക്കായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള സഫാരി വേൾഡിലത്തെ കാഴ്ചകളും പിന്നെ തായ്ലൻഡ് ഫുഡും എല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്